എല്ലാവർക്കും നമ്മുടെ പരിപാടിയിലേക്ക്, പ്രത്യേകിച്ച് നിങ്ങളിൽ ഒരാളായ മണിച്ചേട്ടൻ്റെ ഏറ്റവും നല്ല പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞങ്ങൾ മനോഹരമായ ഒരു സ്ഥലത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ചാലക്കുടി തന്നെയാണ്. സാധാരണ ചോദിക്കാറുണ്ട് ഈ അച്ഛന്മാരുടെ അടുത്ത് പിള്ളേരെന്തെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും, ഓ അതോ പിഴയാണ്, പിള്ളേർ പിഴയാന്നൊക്കെ പറയും. പക്ഷേ മണിച്ചേട്ടനെ കുറിച്ച് ഇവിടെ ഒന്ന് ചോദിച്ചാൽ പറയും പിഴയല്ല, ആ പുഴയിൽ ചാലക്കുടി പുഴയിലുണ്ടല്ലോ. നമ്മളെപ്പോഴും പുഴയിൽ തന്നെയാണ്. അപ്പോൾ ഈ പുഴയെക്കുറിച്ച് പാട്ടിലായാലും കൊള്ളാം, കഥയിലായാലും കൊള്ളാം, എവിടെയാണെങ്കിലും മണിച്ചേട്ടൻ ചാലക്കുടിയെക്കുറിച്ചും പറയാറുണ്ട്, ചാലക്കുടി പുഴയെക്കുറിച്ചും പറയാറുണ്ട്. അത്രമാത്രം ഇഷ്ടപ്പെടാൻ എന്താണ് മണിച്ചേട്ടൻ? എന്തെങ്കിലും രസകരമായിട്ടുള്ള സംഭവങ്ങൾ പുഴയിൽ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിൽ രസകരമാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ് നമ്മുടെ ഒരു എൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നതാണ് ഈ കാണുന്ന സൗന്ദര്യം. ഈ പ്രകൃതിയും പിന്നെ അതേമാതിരി പുഴയും ഈ കുയിലിൻ്റെ കരച്ചിലും കിളികളുടെ കരച്ചിലും ഇതൊക്കെ കേട്ടിട്ടാണ് നമ്മളിവിടുന്ന് വളർന്നു വന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഞാൻ എപ്പോഴും എല്ലാ ഇൻ്റർവ്യൂവിലൊക്കെ പറയാറുള്ളതാണ്, നമ്മുടെ നാട്ടുകാരും എല്ലാവരും നമുക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അത് തന്നെയാണ്. പിന്നെ ഈ ആ കുഞ്ഞു ചെറുപ്പത്തിലുള്ള പുഴയിൽ മീൻ പിടിക്കാൻ പോലും അതൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് ഭയങ്കര രസകരമായ അനുഭവങ്ങളൊക്കെയാണെന്നുള്ളതാണ്. അത് ഞാൻ ഒരുപാട് ആളുകളായിട്ട് ഞാൻ പങ്കുവച്ചിട്ടുള്ളതാണ്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാണ്. പക്ഷെ എന്നാലും ഇപ്പം പ്രചോദ് വരുമ്പോൾ തന്നെ കണ്ടില്ലേ നമ്മുടെ അവിടുത്തെ ഒരു അന്തരീക്ഷം കാര്യങ്ങളും. അതുകൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി പറയുമ്പോൾ ഒരുപാട് 1000 നാക്കുള്ള അനന്തൻ എന്നൊക്കെ പറഞ്ഞ മാതിരിയാണ്. ചാലക്കുടിയെ പറ്റി പറയുമ്പോൾ 1000 നാക്കോട് കൂടി തന്നെ ഞാൻ പറയുള്ളൂ. ഞാൻ എൻ്റെ ഒരു ഹൃദയമാണെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു ഭാഗം ചാലക്കുടി എൻ്റെ ഒരു ഹൃദയമാണെന്ന് പറഞ്ഞേക്കാം. അല്ലാതെ ഞങ്ങൾക്ക് തോന്നി, കാരണം ഞങ്ങൾ അവിടെ വന്നപ്പോഴത്തേക്ക് ഭക്ഷണം കഴിക്കാൻ ഇരുന്ന അവിടെ, അപ്പം അവിടെ ഇരിക്കുന്ന ഒരാൾ വന്നു, മണി ഇന്നലെ വന്നല്ലോ, അപ്പോൾ കറക്റ്റായിട്ട് എപ്പോൾ വന്നു എന്താന്നൊക്കെ ഉള്ളത് അത് ഞാൻ എവിടെ പോയി എവിടെ വന്നു എന്നുള്ളത് കൃത്യം അറിയാൻ പറ്റും. എൻ്റെ വീടിൻ്റെ മുമ്പത്തൊരു 2, 3, 4 കുറച്ച് ആൾക്കാർ വന്നാൽ തന്നെ ഇവിടെ പരിസരത്തുള്ള ആൾക്കാർ മണി ഇവിടെ ഉണ്ടാവില്ല, നിങ്ങൾ ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പറമ്പിലിരിക്കണ്ടാവും. ഞാൻ എവിടെ ഇരിക്കണല്ലോ എന്നുള്ളത് അത്രയും അടുത്തറിയാവുന്ന ആളുകളാണ്, അത്രയും ബന്ധമുള്ള ആളുകളാണ് എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ളവർ. അതെ മണിച്ചേട്ടൻ, സാധാരണ നമുക്ക് കാണാൻ ഇഷ്ടമുള്ളതാണ് ഷിപ്പ് എന്ന് പറയുന്നത്. അതെ, പക്ഷേ മണിച്ചേട്ടൻ്റെ ഏറ്റവും കൂടാൻ ഇഷ്ടമുള്ളതാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. കാര്യം ഇവിടെ ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരു വ്യക്തിയാണ് മണിച്ചേട്ടൻ. ഇവിടെ തന്നെ അല്ല, സിനിമാ ഫീൽഡിലാണെങ്കിൽ പോലും അതിൽ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നതിൽ മറക്കാനാവാത്ത ഒരുപാട് കൂട്ടുകാരുണ്ടല്ലേ? തീർച്ചയായിട്ടും. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഒരുപാട് തരത്തിൽ ഫ്രണ്ട്ഷിപ്പ് കൂട്ടാണ്. അപ്പോൾ ചുമ്മാ കമ്പനി കൂടി നടക്കാനുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരാളെ അത്യാവശ്യ ഘട്ടങ്ങളിൽ സഹായിക്കുന്ന ഒരു ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ തന്നെ എന്താ പറയുക, ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാൻ കാരണം ഞാൻ ആ തുടക്കം മുതലുള്ള കുഞ്ഞുനാൾ മുതലുള്ള ആളുകളാണ് എൻ്റെ കൂടെയുള്ള ആളുകൾ. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നപ്പോൾ ദിലീപ് ആയാലും പ്രദീപ് ആയാലും ജോബി ആയാലും ഒരുപാട് ആളുകളും എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള ആളുകളാണ്. നമ്മളെക്കുറിച്ച് അറിയുന്നവനായിരിക്കണം നമ്മുടെ കൂടെ നിൽക്കുന്നവൻ, അല്ലേ? നമ്മുടെ എപ്പോഴും നിങ്ങളെല്ലാവരും, എൻ്റെ മാന്യ എല്ലാ പ്രേക്ഷകരും എല്ലാ സുഹൃത്തുക്കളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളെ ശത്രുവായിട്ട് കാണുന്നവനെ ഏറ്റവും കൂടുതൽ മിത്രമായിട്ട് സ്നേഹിക്കുക. എന്നെപ്പറ്റി അസൂയ കൊണ്ട് പല രീതിയിലും പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. ഇപ്പം ഞാനിപ്പോൾ അതായത് നമ്മുടെ 1000 കുടത്തിൻ്റെ വായ കെട്ടാം, ഒരു മനുഷ്യൻ്റെ വായ കെട്ടാൻ പറ്റില്ല. കാരണം അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ വന്ന സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മളെ സഹായിച്ച ആൾക്കാർ ഒത്തിരി ആൾക്കാരുണ്ട്, നമ്മളോട് അന്നും ഇന്നും ഒരേപോലെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ചിലർ ഞാനിപ്പോൾ സിനിമയിൽ വന്നിട്ടെങ്ങാനും എന്താ പറയുക, അയ്യോ അപ്പോൾ വലിയ ആളായി എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ ചില ആൾക്കാർ പറയും, അയ്യോ എന്നാലും പാവം ആ രാമൻ്റെ മോൻ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ സിനിമയിലൊക്കെ വന്നു, നല്ല രീതിയിലായി, സന്തോഷമുണ്ട്. ചിലർ കാണുമ്പോൾ പറയും വളരെ നന്നായിട്ട് കേട്ടോ മോനെ, നന്നായി വരട്ടെ, ഞങ്ങളുടെ അഭിമാനമാണ്. നമ്മളിപ്പോൾ ഒരു സിനിമ ഷൂട്ടിങ്ങിൽ ചെല്ലുകയാണെങ്കിൽ തന്നെ ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ നമ്മുടെ മുഖത്തേക്ക് ചിലർ നോക്കി ചിരിക്കില്ല. ഞാനിപ്പോൾ ഈ അടുത്ത് വൈക്കത്ത് ഷൂട്ടിങ്ങിന് പോയപ്പോൾ ഞാൻ ചമ്മിപ്പോയെന്ന് പറയാൻ കാരണം ഞാൻ കലാപം പണി. അപ്പോൾ 2 ആൾക്കാർ വന്നിട്ട് ഈ ഷൂട്ടിങ് കാണാനായിട്ട് വന്ന് നിന്നിട്ട് അപ്പം ഞാൻ എൻ്റെ പണി, അപ്പം ഇത് അവിടെ പ്രേക്ഷകൻ. അപ്പം ഞാൻ എന്ന് വെച്ചാൽ ഇങ്ങനെ സംസാരിച്ചു തന്നപ്പോൾ ഇവരെ കണ്ടപ്പോൾ ഞാൻ ചിരിച്ചപ്പോൾ അവരില്ലേ എന്താ എന്നോട് ആര് പറഞ്ഞു ചിരിക്കാൻ, അങ്ങനെ ഒരു റിയാക്ഷൻ. ഞാൻ നാറിപ്പോയിട്ട് എന്നിട്ട് ഞാൻ പറയുകയും ചെയ്തു, എൻ്റെ പൊന്നി അങ്ങാതി അങ്ങോട്ട് നോക്കി ചിരിച്ചിട്ട് ഇങ്ങോട്ട് ചിരിക്കാത്ത ആളെ ഞാൻ ആദ്യമായിട്ടാണ് കാണണമെന്ന് പറഞ്ഞു. പറയാണ്ടിരിക്കാൻ നിർത്തില്ല. അങ്ങനെ കാണുന്ന ആളുകളുണ്ടായിരിക്കും. പക്ഷേ എന്തായാലും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന സാധനം ഞാൻ പറഞ്ഞു ചുമ്മാ ഒരു
അലമ്പിക്കൂടെ നശിപ്പിച്ച് കളയാനുള്ളൊരു സംഭവമല്ല. നല്ല എന്താ അടക്കവും ഒതുക്കവും എന്താ പറയുക എല്ലാത്തിനും കൂടെ നിൽക്കുന്നവനായിരിക്കണം നല്ല ഫ്രണ്ട്ഷിപ്പ്. പിന്നെ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവനായിരിക്കും ഏറ്റവും നല്ല ഫ്രണ്ട് എന്നുള്ളത്. നമ്മളെ പുകഴ്ത്തി പറയുന്നവൻ കള്ളനായിരിക്കും. കാരണം നമ്മളുടെ കുറ്റങ്ങൾ പറയുന്നവനായിരിക്കും യഥാർത്ഥ ഫ്രണ്ട് എന്ന് പറയുന്നത്. അല്ലാതെ മനുഷ്യനാണ് കെയർ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഓക്കെയാണ്. കാര്യം എല്ലാ രീതിയിലും ഒരു സംരക്ഷണം എനിക്കത് വലിയ ഒരു ഇതാണ്. ഞാൻ ആലോചിക്കാം കേട്ടോ. ഞാൻ ചെറുപ്പത്തിലെ സ്കൂളിൽ പഠിക്കുമ്പോൾ സഖി തിയേറ്റർ എന്ന് പറഞ്ഞ തിയേറ്റർ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ചുരുങ്ങിയത് ഒരു 3 കിലോമീറ്ററോളം നടക്കണം. ഇവിടുന്ന് നടന്നു പോകുമ്പോൾ അപ്പോൾ ഈ പെങ്ങന്മാരും എല്ലാവരും കൊണ്ട് സഖി തിയേറ്ററിൽ സിനിമയ്ക്ക് പോകുമ്പോൾ അപ്പോൾ എനിക്കാണെങ്കിൽ 3, 4, 5 പെങ്ങന്മാരുണ്ട്. അപ്പോൾ ഇവരും കൊണ്ടുപോകുമ്പോൾ ഞാൻ ട്രൗസർ ഇട്ടിട്ടാണ്. അങ്ങനെ സിനിമ തിയേറ്റർ വിടുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഈ ലൈൻ അടിക്കുന്ന ആൾക്കാരില്ലാത്തവരാരും ഇല്ലല്ലോ. ചെറിയൊരു തോട്ടിയും ഇങ്ങനെ അതൊരു ആണുങ്ങളുടെ ഇതിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നല്ലതാണത്, ഒരിക്കലും അതൊരു കുറ്റമായിട്ടല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ ഈ ഹിറ്റ്ലറിലെ മമ്മൂക്കാൻ്റെ പോലെ ഈ പെങ്ങന്മാർ ഫ്രണ്ടിൽ പോകുമ്പോൾ ഈ ട്രൗസർ ഇട്ട ഞാൻ ഏറ്റവും ബാക്കിൽ ഭയങ്കര പ്രൊട്ടക്ഷനൊക്കെ ആയിട്ട് എടുത്തിട്ട് ഒരൊറ്റ വീക്ക് പോയി കഴിഞ്ഞാൽ 7 ദിവസം കഴിഞ്ഞാൽ എണീക്കുള്ളൂ തന്നെ. പക്ഷെ എന്നാലും നമുക്ക് എന്താ പറയുക ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംരക്ഷണം എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടം. ഒരാളെ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി എനിക്ക് ഭയങ്കരമായിട്ട്, അത് ഞാൻ തന്നെ പറയുന്നത് ഒരിക്കലും ശരിയല്ല, അത് മോശമാണ്. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാര്യം നമ്മുടെ അനുഭവങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വീണ വെട്ടുമ്പോൾ ഒരുപാട് ഇൻ്റർവ്യൂ പ്രേക്ഷകർ കണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ സാധാരണപ്പെട്ട ആൾക്കാർ ഇപ്പം നമ്മൾ തന്നെ കേൾക്കാറുണ്ട്, ട്രെയിനിലൊക്കെ വളരെ സിമ്പിളായിട്ടാണ് സംസാരിക്കുന്നത്. അല്ല, അപ്പോൾ ഒരാൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു, എല്ലാവരും സാധാരണ സിനിമയിലൊക്കെ ആയി കഴിഞ്ഞാൽ ഈ ബുക്കിനെ പറ്റിയൊക്കെ ഞാൻ വായിച്ചിരുന്നു. ബുക്സ് ഒരുപാട് വായിക്കുന്ന ആൾക്കാരാണ്. ഷേക്സ്പിയറുടെ ഓതല്ലോ മറ്റോ ഇതല്ലോ ഇതല്ലോ ഏതല്ലോ മണിച്ചേട്ടൻ അങ്ങനെ ഇതുവരെ പറഞ്ഞില്ല. ഞാൻ നന്നായിട്ട് വായനാശീലമുള്ള ഒരാളാണ്. ഞാൻ വായിച്ചിട്ടുണ്ട് പൂമ്പാറ്റ, പിന്നെ മറ്റേ എന്നിട്ട് അമർ ചിത്രകഥ, മംഗളം, മനോരമ, ഇതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അത് വായിച്ചാൽ തന്നെ മതി, അതിനകത്തുണ്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അല്ല, അതിനൊരു ദിവസം റെയിൽവേ സ്റ്റേഷനിൽ ഒരു കോട്ടിട്ട് ഭയങ്കര സംസാരമാണ്. അതായത് ഇവര് ഭയങ്കര സംസാരം വെച്ചിട്ട് ഇവര് ഭയങ്കര അടി, അവർ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, മറ്റേ ലുട്ടാ എന്തായി പിന്നീട് പറയണേ ബാലമംഗളത്തിലാണോ ബാലരമേലോ. അല്ല, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ചെറിയ കുഞ്ഞു കഥകളൊക്കെ ഏതൊരു പടത്തിൽ ഇന്നസെന്റ് ആയിട്ടും തന്നെ പറഞ്ഞില്ല, മറ്റേ ഡ്രാക്കുളയുടെ അതോ വായിച്ചിട്ട് മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി ഓരോ സാധനം ഉണ്ടാക്കി വെച്ചാണ് അടച്ചൊക്കെ വയ്ക്കുന്നത്. അല്ല, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്, ഒരുപാട് ആൾക്കാർ. നമ്മൾ ഈ ചെറുപ്പത്തിലൊക്കെ ഭൂതത്തെ പറ്റി പഠിക്കുമ്പോൾ അത് അന്നത്തെ അറിവാണ്. ഭൂതം എന്ന് പറഞ്ഞ പേടിയുള്ള സാധനം അല്ലേ? അപ്പം അമ്മയൊക്കെ നമ്മള് പാലൊന്നും കിട്ടിയിരുന്നൊന്നുമില്ല. അപ്പോൾ അമ്മയെ കുടിക്കാനായിട്ട് അമ്മയുടെ മുലപ്പാലും ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് മുമ്പ് വന്ന കംപ്ലീറ്റ് ടീമുകളും കുടിച്ചിട്ട് അതൊരു എന്താ പറയാ അടച്ചിട്ട ഒരു മിൽമ ബൂത്തായി മാറുന്നതാണ്. അതുകൊണ്ട് എനിക്ക് പാലൊന്നും കിട്ടാണ്ടായില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ കറുത്തു പോയാന്നൊരു സംശയമുണ്ടെന്ന് പറയാം. പക്ഷെ നമ്മള് ചെറുപ്പത്തിലൊക്കെ പഠിക്കുമ്പോ ഇപ്പൊ ഭൂതം വരും എന്ന് പറയും. ഈ ഭൂതത്തിന്റെ അവസ്ഥ എന്തിട്ടാന്നറിയാം? ഈ ഭൂതത്തിന്റെ കാര്യം പറഞ്ഞ വലിയ അവസ്ഥയാ. ഈ ഭൂതം ഒരു ആലിന്റെ അവിടെ അന്ന് കിട്ടി കളക്ഷൻ കണ്ടോണ്ടിരിക്കാൻ കേട്ടോ. അപ്പൊ ഒരുത്തൻ വന്നിട്ടാ ഭൂതത്തിന്റെ സൈഡിൽ വന്നിട്ട് വെറുതെ എന്ന് കാണിക്കണേ. ഭൂതം നമ്മളെ പേടിപ്പിക്കുന്ന ആളാ. ഭൂതം ചത്തുപോയി. ഈ ഭൂതം എന്ന് പറഞ്ഞത് ഇത്രയും ഭൂലോക പേടിത്തുറൻ ഈ ലോകത്തില്ല എന്നുള്ളതാണ് ശരിക്കും. അപ്പൊ നമ്മളെ കുറെ കഥകളിൽ പറഞ്ഞിങ്ങനെ ഫലിപ്പിച്ച് നമ്മളെ പേടിപ്പിച്ചിരിക്കുക സത്യം. ഇന്ന് എന്റെ മോള് സീരിയലിൽ പ്രേതത്തിന്റെ സീരിയൽ കാണും. അമ്മ വായമ്മ കോമഡി തുടങ്ങാറായി, വായു കണ്ണില് മറ്റേ ഇത് പോണ ചേച്ചി വരുന്ന സമയമായിരുന്നു, കണ്ണി കൂടെ ഇങ്ങനെ ഷൂ എന്ന് പോണ ചേച്ചി വരുന്ന സമയമായി, വായു അച്ഛൻ ഭയങ്കര രസം അച്ഛാ പ്രേതത്തിന്. നമുക്കൊക്കെ കറുപ്പ കളറൊക്കെ അല്ലേ, അവർക്ക് ഭയങ്കര വെള്ള കളറാ. പിന്നെ സാരി കൊടുത്തിട്ട് ഇങ്ങനെ അവര് നഖത്തിന്റെ ഈ യശിയുടെ നഖം നമുക്ക് കിട്ടി ഇത്ര നീളം അല്ലേ, കള്ളിയങ്കാട് നീലി എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ അല്ല, തന്നെ നമ്മൾ ഈ പ്രേതം ഇഡലിയൊന്നും കഴിക്കുന്നത് കണ്ടിട്ടില്ല. പ്രേതം ഇഡലി ഒരു സിനിമയിലുണ്ടായത്. അല്ല, ഒട്ടുമിക്ക ആൾക്കാരും ഇങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടിട്ട് വിശ്വസിച്ച് പോണ ആൾക്കാർ ഇന്ന് പത്രത്തിൽ എഴുതുന്നത് അതേപടി വിശ്വസിച്ചിറങ്ങുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഒരു യാതൊരു കാരണവശാലും അത് എന്താണെന്ന് പോലും ചിന്തിക്കാതെ എടുത്ത് ഇറങ്ങുന്ന ഒരുപാട് ആളുകളുണ്ടെന്നുള്ളതാണ്. അതാ നമ്മുടെ എന്താ പറയാ, ഇതിപ്പോ ഒരു സിനിമ കണ്ട് ഓരോ അക്രമങ്ങൾ ചെയ്യുന്ന എത്രയോ ആളുകളുണ്ടെന്നുള്ളതാണ്. സീരിയൽ കണ്ട് കൊച്ചുകുട്ടികൾ രാമായണത്തില് മറ്റേ വാണം വിടണ സാധനത്തില് ഒരു കൊച്ചുകുട്ടി ഈർക്കിലോണ്ട് വിട്ടിട്ട് കണ്ണും പോയി. അല്ല, അതൊക്കെ ഇപ്പൊ കൂടുതലും വെക്കേഷൻ സമയങ്ങളിലൊക്കെ
നടക്കുന്ന കാര്യങ്ങളാണ്. കുഞ്ഞു മക്കളൊക്കെ ഈ പാടത്തും പറമ്പിലും ഓട്ടം ചാട്ടം ക്രിക്കറ്റ് കൊണ്ട് കളി കണ്ണിനടി. ഇപ്പൊ ഒരുവിധപ്പെട്ട വീട്ടിലൊക്കെ ചെന്ന കുഞ്ഞുങ്ങളിരിക്കണ കാണാം. എന്ത് പറ്റിയവന് പറമ്പില് കളിക്കാൻ പോയപ്പോ ഒരുവിധപ്പെട്ട കുഞ്ഞുങ്ങളുടെ കൈമൊക്കെ ഉണ്ടോ പാലും കുപ്പി കെട്ടി നോക്കിയിട്ടുണ്ടോ ഈ പ്ലാസ്റ്റിക് ഇട്ടിട്ട്? അങ്ങനെ ഞാൻ ഇപ്പോഴും ഓർക്കണ്ടോ. അതായത് ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞ് വരാം. ഏത് പടം ദിലീപ മയ്യോ ഏതത് കബഡി സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഭയങ്കര കുത്തനുള്ള ഇറക്കാൻ കേട്ടോ, കുത്തനുള്ള ഇറക്കാം. അതിൽ നിന്ന് ഇങ്ങനെ ഞാൻ വണ്ടിയിൽ വരുമ്പോ ഒരുത്തൻ ഷർട്ടൊന്നും ഇടാണ്ട് ട്രൗസർ, എൻ്റെ പഴയ കാലത്തെ ട്രൗസർ പോലെ അവൻ്റെ ട്രൗസർ ഇങ്ങനെ അങ്ങനെ ചിരിച്ചിട്ടുള്ള ട്രൗസർ ബാക്ക് കീറിയിട്ടേ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ട്രൗസർ. അവന് ട്രൗസറിനും സന്തോഷം അവൻ്റെ മുഖത്തും സന്തോഷം. ഈ സൈക്കിളും പോവണ്ടാ. അപ്പൊ അവന്റെ അമ്മ താഴെ നിന്ന് അലക്കുമ്പോ എടാ വീഴും 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 എടാ വേണ്ട പതുക്കമാ വീഴും വീഴും. അപ്പൊ പറഞ്ഞേ ഒന്നും പറ്റില്ല. ഈ ഇറക്കത്തുനിന്ന് സൈക്കിൾ അങ്ങോട്ട് വീണിട്ട് നെഞ്ചാങ്കൂടെ നോക്കിയിട്ടില്ലേ അങ്ങോട്ട് നിരങ്ങിയിട്ട് ഈ അമ്മ അലക്കണ കല്ലിന്റെ അവിടെ രക്ഷ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് അമ്മേനെ നോക്കിയവൻ. എന്നിട്ട് ഇപ്പൊ ആ കൊച്ചവിടെ നിന്നിട്ട് പറയാ എനിക്കൊന്നും പറ്റില്ല. ഇവിടുന്ന് അങ്ങടേ ഒരഞ്ഞിട്ട് കൊരങ്ങന്റെ മോന്ത പോലെ ഇരിക്കുന്നത് ഒരഞ്ഞിട്ട്. അതാണ് കുഞ്ഞുങ്ങളുടെ അവസ്ഥ. ആദ്യം പറയാൻ ചമ്മല് മാറ്റാൻ വേണ്ടിട്ടാ അമ്മയുടെ മുഖം കണ്ടിട്ടാണ് അപ്പൊ ഇങ്ങനെ നിൽക്കാൻ അരയ്ക്കാനായിട്ട്. അപ്പൊ ഈ വെക്കേഷനിലൊക്കെ കുഞ്ഞു മക്കളൊക്കെ ഒരുവിധം ഒതുങ്ങിയിരിക്കേണ്ട സമയങ്ങളൊക്കെയാണ്. അതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളും ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും. കാര്യം മാങ്ങ പൊട്ടിക്കാൻ പോകുമ്പോഴും പിന്നെന്താ ചക്കപ്പഴം പറിക്കാൻ പോകുമ്പോഴും പിന്നെ കുട്ടിയും കോലും കളിക്കാൻ പോകുമ്പോഴും ക്രിക്കറ്റ് കളിക്കുമ്പോഴും സൈക്കിൾ ഓടിക്കുമ്പോഴും. ഞാൻ ഈ സ്കൂൾ പൂട്ടിന് ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എല്ലാ മൂലിക്കും ഓരോ പിള്ളേർ വീണ് കാണാം, സൈക്കിളും വീണും കാണാം, എണീറ്റ് നിൽക്കണം കാണാം. എന്താ നിങ്ങൾക്ക് പറ്റിയ നമുക്ക് എന്താ പറ്റിയെന്നുള്ള റിയാക്ഷനാണ് കുഞ്ഞുങ്ങളുടെ. അപ്പോൾ വെക്കേഷൻ എന്തായാലും എല്ലാ മക്കളും അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പം ഇറങ്ങിയിരിക്കണം നല്ല നല്ല പടങ്ങളൊക്കെ കൊണ്ട് മക്കളെ കൊണ്ട് കാണിക്കണം. എൻ്റെ പടമല്ല, എല്ലാ പടങ്ങളും മക്കളെ രസിച്ച് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല നല്ല പടങ്ങൾ ഇപ്പോൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് കാണിക്കണം. പിന്നെ അതേമാതിരി എന്താ പറയുക, നമുക്ക് ഈ വെക്കേഷൻ തീർച്ചയായിട്ടും കുട്ടികളുടെ കൂടെ എനിക്കൊക്കെ അനുഭവസ്ഥനാണ്. ഞാനൊരു സിനിമാ നടനായതിൻ്റെ പേരിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കണതാണ്. എൻ്റെ മകള് സ്കൂൾ പൂട്ടിരിക്കുക. എൻ്റെ അടുത്ത് ഒന്നും പറയാം അച്ഛാ ടൂർ പോകേണ്ട സമയമായച്ചാ പോകണ്ട. എൻ്റെ ഭാര്യ ആയാലും അതെ, എൻ്റെ മകളായാലും അതെ. വീടിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് പാവങ്ങൾ. ഞാനിങ്ങനെ ഷൂട്ടിങ്ങിന് പോകും. ഞാൻ വരുന്നത് കുറേ ഒത്തിരി ലേറ്റ് ആകുമ്പോഴേക്കും വരും. പക്ഷെ എന്നാലും ടൂർ എന്തായാലും മസ്റ്റായിട്ട് ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയത് ഞങ്ങൾ ഇവിടുന്ന് നേരെ കാന്തല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. അവിടെ പോയി നല്ലൊരു ഒതുക്കമുള്ള സ്ഥലമാണ്. ഇപ്പോഴും ഞാൻ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ അവിടെ തന്നെ താമസിക്കാറ്. അവിടെ പോയി താമസിച്ചു. അന്ന് രാത്രി ഞങ്ങൾ ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ട് പാട്ടും കൂത്തും കളിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ആലപ്പുഴ വന്ന് ഒരു ഹൗസ് ബോട്ട് എടുത്തു. ഹൗസ് ബോട്ടിൽ ഫാമിലി ആയിട്ട് ഒരു ദിവസം രാത്രി താമസിച്ചു. അങ്ങനെ മോളായിട്ട് ചിരിച്ചും കളിച്ച് രസിച്ച് വന്നു. ഒരു സ്വന്തം കുഞ്ഞിനൊരു അച്ഛൻ സിനിമാ നടനായുള്ള അവസ്ഥ അതാ. നമുക്കൊരു ഫ്രീഡം ഉണ്ടാവില്ല. അവരും കൊണ്ട് വേറെ എവിടെയും പോകാൻ പറ്റില്ല. നമ്മൾ എവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ നമ്മുടെ അടുത്ത ആൾക്കാർ കൂടുക. പിന്നെ നമുക്ക് അവരെ നോക്കാൻ പറ്റാണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയട്ടെ, ഒരു 50 വയസ്സ് വരെയൊക്കെ മതി സിനിമയിലൊക്കെ. അല്ല, ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞാൽ വീട്ടിൽ കുഞ്ഞിൻ്റെ കൂടെ ഇരുന്ന് അവറ്റകളുടെ കൂടെ കളിച്ചും ചിരിച്ചും രസിച്ചൊക്കെ പോകാനുള്ളൊരു അച്ഛൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമുണ്ട്. അച്ഛനെന്ന് വെച്ചാൽ എൻ്റെ മുകളിലെ എൻ്റെ ആഗ്രഹം ഏറ്റവും വലിയ ആഗ്രഹമാണ്. അവളിപ്പോൾ ഇത് വെക്കേഷനൊക്കെ ആയിട്ട് കമ്പ്യൂട്ടറൊക്കെ വാങ്ങിച്ചു കൊടുത്തപ്പോൾ നല്ല കമ്പ്യൂട്ടറിലാണ് ഇപ്പോൾ കളി. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര രസമാണ്. ഒരു കയ്യിൽ എന്തിട്ട് കഴിക്കാനാണ്. അത് ഈ ആരാ പറഞ്ഞ മാതിരി മറ്റേ ഹോർലിക്സോ അല്ലെങ്കിൽ പാലോ അങ്ങനെ ഫോറിൻ ഫുഡൊന്നും കഴിക്കാറൊന്നുമില്ല കേട്ടോ. സാധാരണ ഫുഡ്. അതിനെൻ്റെ പോലെ കുറച്ച് ചോറ്, ചമ്മന്തി, ഉണക്കിമീൻ വറുത്തത് അങ്ങനെയൊക്കെ ഉള്ള ഫുഡാണ് എൻ്റെ മോള് കഴിക്കാറുള്ളത്. അത് അവറ്റകളിൽ നിന്ന് കഴിക്കണ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര രസമാണ്. വീട്ടിലേക്ക് ഓടി വരുമ്പോൾ തന്നെ വന്ന് കെട്ടി പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും. ഒരു ഉമ്മ കൊടുക്കാനാണ്. അപ്പോൾ ചുണ്ടത്തൊരു ഉമ്മ കൊടുത്താൻ ആൾക്ക് ഭയങ്കര സന്തോഷമായി. അത് സന്തോഷത്തിൻ്റെ തന്നെ ഓരോ ആക്ഷനുകളൊക്കെ. കുഞ്ഞു മക്കളുടെ മനസ്സ് എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. അതിന് പ്രത്യേകിച്ച് വീട്ടിൽ അച്ഛനും അമ്മമാരും എല്ലാവരും സന്തോഷമായിരുന്നെങ്കിൽ മാത്രമേ അവരുടെ മനസ്സിനൊരു തീർച്ചയായിട്ടും സന്തോഷം ഉണ്ടാവുള്ളൂ. അല്ലേ? നമ്മളൊരു നേരത്തെ ആഹാരം കഴിക്കുകയാണെങ്കിൽ പോലും അച്ഛനും അമ്മയും വീട്ടിൽ വഴക്ക് കൂടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് അത് കഴിച്ചാൽ ഇറങ്ങൂല്ല. നിങ്ങൾ നോക്കിക്കോ, നമ്മൾ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ബഹളം ഉണ്ടാവണമെന്ന് അവരുടെ കണ്ണ് ഇവിടെ ഇരിക്കുള്ളൂ. അങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക അവർ. എന്നിട്ട് അത് അതേമാതിരി പോയിട്ട് സ്കൂളിൽ പോയി പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ഒരുവിധപ്പെട്ട ടീച്ചർമാരൊക്കെ ചോദിക്കുകയും ചെയ്യും,
എന്തായിരുന്നു ഇന്നലെ വീട്ടിലെ ഇന്നലെ വല്ല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, അങ്ങനെ അത് കംപ്ലീറ്റ് ചോദിച്ച് ഫീഡ് ചെയ്ത് മേടിക്കും കുട്ടികളുടെ. ആ പിള്ളേർ അതങ്ങനെ വാർത്തയായി പോയിക്കൊണ്ടിരിക്കും. സത്യമാണ്, പിള്ള മനസ്സിൽ കളങ്കമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. ഏതായാലും ഈ പറയുന്ന പോലെ നല്ലൊരു മകനെ കണ്ടു, നല്ലൊരു ഭർത്താവിനെ കണ്ടു, നല്ലൊരു കൂട്ടുകാരനെ കണ്ടു. ഈ എപ്പിസോഡിൽ നമുക്കൊരു നല്ല കുഞ്ഞിൻ്റെ അച്ഛനെയും കണ്ടു. അതെ, അപ്പോൾ എല്ലാ കുട്ടികളും അല്ലേ അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ണടച്ചിരിക്കില്ല വലുതാവും എന്നുള്ളത്, പെട്ടെന്ന് വലുതാവും. നമ്മുടെ ഭയങ്കരമായി ഞാൻ പറഞ്ഞ സാധാരണ കൂലിപ്പണിക്ക് പോണ ആളാണെങ്കിൽ പോലും ഒരു 50 റുപ്യയുടെ LICയോ അല്ലെങ്കിൽ ഒരു കുറിയോ നമ്മുടെ മകളുടെ പേരിൽ എല്ലാവരും ഒരു സമ്പാദ്യം കരുതണം. നമ്മുടെ കുഞ്ഞുങ്ങൾ പെൺകുട്ടികൾ പെട്ടെന്ന് വലുതായി വരുമ്പോൾ അവരുടെ കല്യാണപ്രായം ആകുമ്പോൾ ഇപ്പോഴും എനിക്കറിയാം എൻ്റെ വീടിൻ്റെ അവിടെ ഒന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മലഞ്ഞു ഓടി കുട്ടിയുടെ കല്യാണത്തിന് പൈസ ഇല്ല, പന്തലിടാൻ കാശില്ല, സദ്യക്ക് പൈസ ഇല്ല എന്നിട്ട് ഓടി ആ അമ്മമാരുടെ കണ്ണിൻ്റെ അടി ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കണ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സലിഞ്ഞു പോകും. നമുക്ക് എല്ലാവരും സഹായിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മദ്യപിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ പണിയെടുക്കുന്ന ക്ഷീണിക്കുന്ന കാര്യങ്ങളൊക്കെ ഒക്കെ തന്നെ, എന്നാലും കുറച്ച് അല്പം ശരീരത്തിലേക്ക് ഉള്ള കുറച്ച് കഴിച്ചതിന് ശേഷം ബാക്കിയുള്ളത് നമ്മുടെ മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വലുതാകുമ്പോൾ അവരുടെ കല്യാണം അടിപൊളിയായിട്ട് നമുക്ക് നടത്താൻ പറ്റുന്നുള്ള അല്ലേ. തീർച്ചയായിട്ടും. അതിന് ഉദാഹരണത്തിന് ഞാൻ കല്യാണം മുടങ്ങിപ്പോയ ഒരുപാട് സംഭവമുണ്ട്. അതിന് ഏറ്റവും രസകരമായ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ദ്രജിത്ത് എന്ന് പറഞ്ഞ പടത്തില് ഇന്ദ്രജിത്തിൽ ഞാൻ തന്നെയാണ് ആ കുട്ടിയുടെ സഹോദരനെ കൊന്നേന്നാണ് ആ പെൺകുട്ടിയുടെ ധാരണ. പക്ഷെ ഞാനല്ല കൊന്നേ. എന്നാലും ആ കൊന്നതിൻ്റെ കൊന്നത് ഞാനല്ല, എനിക്കറിയാം. അതിൻ്റെ ഒരു പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടിയുടെ ഇന്ദ്രജയുടെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ പെടുന്ന ഒരു പെടാപ്പാടുണ്ട് ഇന്ദ്രജിത്ത് എന്ന് പറഞ്ഞ സിനിമയിലെ. നമുക്ക് ആ സിനിമയുടെ ചെറിയൊരു ഭാഗം നമുക്ക് കാണാം. എന്തായാലും പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത അക്ഷയ തൃതീയ എന്നുള്ള ദിവസം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം. എല്ലാ കാരണന്മാരും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു മക്കൾക്ക് നല്ലൊരു ഗുണം ചെയ്യുന്നത്. പ്രത്യേകിച്ച് മണിച്ചാൽ പിള്ളേരുടെ കാര്യം പറഞ്ഞുകൊണ്ടേ പറഞ്ഞു, കല്യാണക്കാരെയൊക്കെ സമയമൊക്കെ ആകുമ്പോൾ പിള്ളേർക്ക് സാധാരണ ഡേറ്റിൽ ഈ ദിവസം ഇങ്ങനെ നമ്മൾ പൊട്ട് സ്വർണം മേടിച്ചു കൊടുത്താൽ ഒരു പൊട്ട് സ്വർണം മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് പിന്നീട് അത് വളരെ എന്താ പറയുക സ്വർണത്തിന് വേണ്ടി കഷ്ടപ്പെടേണ്ട ആവശ്യം വരില്ല എന്ന് പറയുന്നത്. അതെല്ലാവരും ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ കയ്യിലൊരു 500 റുപ്യ ഉള്ളെങ്കിൽ പോലും അതുകൊണ്ട് ഒരു പൊട്ട് ഒരു തരി സ്വർണം നമ്മുടെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കണം. അത് ആരും മറക്കരുത്. അത് പിന്നീട് ഗുണം ചെയ്യും, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഗുണം ചെയ്യും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഗുണം ചെയ്യുമ്പോൾ അവർക്ക് ഐശ്വര്യമാവും. അതെ, ഐശ്വര്യമുള്ള പെണ്ണിനെ കുറിച്ച് എന്തുവാണ് മണിച്ചേട്ടാ? ഐശ്വര്യമുള്ള പെണ്ണുങ്ങളെ കുറിച്ച് പടമെന്നോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ ഇന്ന് പൂർണ്ണമാകുകയാണ്, അവസാനിക്കുകയാണ്. വീണ്ടും നമുക്ക് നാളെ കാണാം. വീണ്ടും നല്ല എന്താ പറയുക നല്ല കുറേ രസകരമായ സംഭവങ്ങളുമായിട്ട് തീർച്ചയായിട്ടും. ഇനി നമുക്ക് ഞാനിനി ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് നാളത്തെ പരിപാടിയിൽ ഒരു മൊബൈൽ നമുക്ക് സംഘടിപ്പിക്കാം. ഞാനൊരു നമ്പർ തരാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് മൊബൈലിലൂടെ നിങ്ങൾക്ക് സംസാരിക്കാം. ആ മൊബൈലിലൂടെ നമ്മളായിട്ടുള്ള സംസാരങ്ങൾ നമുക്ക് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്പം ഇനിയിപ്പോൾ ഒരു ക്യാഷ്വൽ നമുക്ക് അങ്ങനെയുള്ളൊരു ഇൻ്റർവ്യൂ എന്നുള്ള രീതിയിൽ വേണ്ട. നിങ്ങളുടെ സന്തോഷം ഞാനായിട്ട് പങ്കുവയ്ക്കാം, എൻ്റെ സന്തോഷം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാം. അതിനുള്ളൊരു മൊബൈൽ സംഘടിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ആ നമ്പർ ഞാൻ പരസ്യമായിട്ട് നമുക്ക് ടി വിയിലൂടെ തരുന്നതായിരിക്കും. എന്നിട്ട് നമുക്കത് ചെയ്യാം. ഇപ്പം എന്തായാലും നല്ല സുന്ദരി പെണ്ണുങ്ങളെ കുറിച്ച് പാടാണെങ്കിൽ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് നാളെ നമ്മളൊരു പൊട്ട് സ്വർണം എന്ന് മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നാവും, ഐശ്വര്യമാവും. സ്ത്രീ എന്ന് പറയുന്നത് ലക്ഷ്മിയാണ്, സമ്പത്താണ്. സ്ത്രീധനം ചോദിക്കരുത്, അതെ, സ്ത്രീധനം വാങ്ങാൻ പാടില്ല. സ്ത്രീ തന്നെ ഒരു ധനമാണ്. അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്ത്രീധനത്തിന് വേണ്ടി തന്നെ നമ്മുടെ നാട്ടിൽ തല്ലും ബഹളം വെട്ടും കൂത്തും അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെണ്ണ് തന്നെ ഒരു ധനമാണ്. ഒരിക്കലും സ്ത്രീധനം മേടിക്കാതിരിക്കുക. ചന്ദനമെന്തിന് സിന്ദൂരമെന്തിന് ചന്ദനപ്പൊട്ടു നിനക്കെന്തിന്, ചന്ദനപ്പൊട്ടിൻ്റെ വട്ടം കുറഞ്ഞാലും ചന്തത്തീനൊട്ടും കുറവില്ലടി, നിന്റെ ചന്തത്തീനൊട്ടും കുറവില്ലടി. ചന്ദനമെന്തിന് സിന്ദൂരമെന്തിന് ചന്ദനപ്പൊട്ടു നിനക്കെന്തിന്, സിന്ദൂരപ്പൊട്ടിൻ്റെ വട്ടം കുറഞ്ഞാലും ചന്തത്തീനൊട്ടും കുറവില്ലടി, നിന്റെ ചന്തത്തീനൊട്ടും കുറവില്ലടി. പച്ചപനന്തത്തെ പുന്നര പൂമുത്തെ പൂനെല്ലിം പൂങ്കരളെ. ഞാൻ ആ പാട്ടിൻ്റെ വരിയൊക്കെ മൊത്തം മറന്നുപോയി എന്നുള്ളതാണ്. എന്തായാലും ഈ പാട്ട് പൂർണ്ണമായിട്ട് പാടണമെന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെ വരി അറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം.